ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു സിമ്പിൾ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ പാർട്ടി മേക്കപ്പ് നോക്കാം. അതിനായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അലോവേര. ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെയാണ് ഞാൻ പോൺസിൻ്റെയിലേക്ക് മാറിയത്. അപ്പോൾ ഞാൻ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റിൽ നിന്ന് ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെയും മൂക്കിൻ്റെ അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഒക്കെ സൈഡിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസൈറ്റിൻ്റെ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ക്രീം ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ് എടുത്തിട്ട് അതൊന്നും കൂടെ ഹൈഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ചുണ്ടിൻ്റെ സൈഡിലും കണ്ണിൻ്റെ മേലൊക്കെ ഹൈഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ, അതും പാർട്ടി മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അത് ഈവൺ ആയിട്ട് ഫ്ലോലെസ് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിലാണ് നമ്മുടെ മേക്കപ്പ് കേക്കി ആയിട്ടും മേശി ആയിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് കൺസീലർ യൂസ് ചെയ്യുക. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഴ്സിൻ്റെ ഒരു പ്രൈമറാണ്. എനിക്ക് അത്യാവശ്യം ഓപ്പൺ പോസ് ഉള്ളത് കാരണം തന്നെ പ്രൈമർ മസ്റ്റാണ്. അപ്പം പ്രൈമർ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കൺസീലറിനെ എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ ഒന്നും കൂടെ ബ്രൈറ്റൻ ആക്കി കൊടുക്കുകയാണ്. കാരണം പാർട്ടി ലുക്കാണല്ലോ. അപ്പോൾ ഞാൻ നല്ലൊരു വിങ് ഐലൈനറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐ ഷാഡോ എന്ന് പറഞ്ഞത് ലൈറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കൺസീലർ വേറെ ലൈറ്റ് ഷെയ്ഡും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലെൻഡറിലുള്ള എക്സസ് ആയിട്ടുള്ള കൺസീലർ ഞാൻ ഫേസിലൊക്കെ ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവിടെ ഇനി പ്രത്യേകിച്ച് കൺസീലർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാനൊരു ഗ്ലിറ്ററിങ് ഉള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കണ്ണിലും അതേപോലെ, കാരണം പാർട്ടി ലുക്ക് ആണെന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു ബ്ലാക്ക്, ഒരു ബ്രൗൺ ഷെയ്ഡ് ഗ്ലിറ്ററിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് എൻഡിലൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ രണ്ട് കണ്ണും ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇപ്പോൾ ഐ ഷാഡോ കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്ലിറ്ററിങ് ഉള്ള ഒരു ലൈറ്റ് പിങ്ക് ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ണിൻ്റെ ആ കോർണറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമുക്ക് വലിയൊരു പണി വരാൻ പോകുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവാറുള്ളൂ എൻ്റെ. ചിലപ്പോൾ ഒരു ലൈന്, ഒരു വിങ്സ് ഒരു വഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ വിങ്സ് വേറെ വഴിക്കായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ നമ്മൾ ഐലൈനർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ആയിട്ടുള്ള, അധികം വിട്ടില്ലാതെ ലോങ് ആയിട്ടുള്ള ഒരു വിങ്ഡ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലും അതുപോലെ തന്നെ പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണൊന്നും കൂടെ വലുതായി തോന്നാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്നും കൂടെ ഷാർപ്പായിട്ടും തോന്നാൻ വേണ്ടിയിട്ട്. ഇതെന്തോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റൗണ്ടായിട്ടുള്ള കണ്ണാണ് ഇഷ്ടമുണ്ടായിരുന്നത്. നല്ല വലിയ ബുൾസൈ പോലത്തെ വലിയ റൗണ്ട് കണ്ണാണ് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഇതിനോടൊരു സ്നേഹം തോന്നി തുടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഐ മേക്കപ്പ്. കണ്ണൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്. കാരണം നമ്മൾ പാർട്ടി ലുക്കൊക്കെ ആകുമ്പോൾ കണ്ണിൽ നല്ല ലാഷസ്, ഞാൻ എക്സ്റ്റൻഷൻ വെക്കാറില്ല, ഫാൾസ് ലാഷസ് വെക്കാറില്ല. എനിക്കെന്തോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, എന്നെങ്കിൽ കൂടെ ഭയങ്കര ഹെവിനെസ് തോന്നും. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിൽ കൂടെ ഒക്കെ വെച്ച് കേൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ലാഷസ് ഉള്ള കാരണം ഒരു ഫിനിഷിങ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഐബ്രോ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് രണ്ട് സൈഡ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉള്ളിൽ സ്മജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഷോർട്സ് എല്ലാവരും അപ്ലോഡ് ചെയ്ത് പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അടിപൊളി ഒരു ഹാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ട രണ്ട് ഐബ്രോയും ഒരേപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഹൈലൈറ്റർ, അതായത് ഒരു യെല്ലോ കളർ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ബ്രഷായിട്ട് നല്ലോണം സ്മജ് ചെയ്തിട്ട് എക്സസ് ഉള്ളത് നമ്മൾ ബ്ലെൻഡറായിട്ട് ഒന്നും കൂടെ കറക്റ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വല്ലാതെ എക്സ്റ്റൻഷൻ ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കരുത്. അതിന് ശേഷം ഇതൊരു ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ കൂടെ മാഴ്സിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷനും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻസ് എപ്പോഴും എനിക്കിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഡയറക്റ്റ് ബ്ലെൻഡറിൽ വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഡോട്ടായിട്ടാണ് യൂസ് ചെയ്യാറ്. ഒന്നും കൂടെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അതിന് ശേഷം നമ്മളൊരു റോസ് വാട്ടർ ബ്ലെൻഡർ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ അടിച്ചു കൊടുത്തതിന് ശേഷം ആ വെറ്റ് ബ്ലെൻഡർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് കുറച്ച് ടാസ്കുകൾ പണിയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലാണ് മേക്കപ്പ് അത്യാവശ്യം ഈവണായിട്ട് ഇപ്പോൾ തന്നെ വൃത്തിക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാച്ചായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് കഷ്ടപ്പെട്ട് ബ്ലെൻഡ് ചെയ്യുക. അതായിരിക്കും അത് ചെയ്യാതെ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്തിട്ടും ശരിയാവില്ല. അപ്പോൾ ഇത് നന്നായി എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
അതിന് ശേഷം ഇത് നമ്മളൊരു ബ്രൗൺ ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു കൺസീലർ പാലറ്റാണ്. ഇതിപ്പോൾ എൻ്റെ മസ്റ്റാവ് പറഞ്ഞ പോലെയാണ്, കാരണം എല്ലാത്തിനും പറഞ്ഞ പോലെ ഈ ഒരു സാധനം മതി. അപ്പോൾ കോണ്ടൂറിന് ഞാൻ അതിലൊരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ട് കോണ്ടൂർ ചെയ്യുന്നത്. ചീക്ക് ബോൺ, എൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ഫേസാണ്, റൗണ്ട് ഫേസാണ്. അപ്പോൾ എനിക്ക് കോണ്ടൂറിങ് അത്യാവശ്യം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നോസും അതുപോലെ ചീക്സും ഒക്കെ നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്. അതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഈ ബ്ലെൻഡർ തന്നെ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒന്നിവിടെ ഒരു ഷാർപ്പായ പോലെ ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ നോസ് കോണ്ടൂർ ചെയ്തതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൺസീലർ പാലറ്റിന് യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നോസിൻ്റെ സെൻറ്ററിൽ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ലാക്മേയുടെ ഒരു ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തത്. ബ്ലഷ് നന്നായിട്ട് അപ്ലൈ കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഞാൻ അപ്ലിഫ്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, റൗണ്ടായിട്ടല്ല. മേലേക്ക് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിന്നിലും അതുപോലെ തന്നെ നോസിൻ്റെ ടിപ്പിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡറായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ എനിക്ക് ബ്ലഷ് കുറച്ചധികം എക്സസ് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകാരണം ഞാൻ വല്ലാതെ ബ്ലെൻഡ് ചെയ്യുന്നില്ല. ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സസൊക്കെ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ യൂസ് ചെയ്ത് ബ്ലഷായിട്ട് ഒന്നും കൂടെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൺ ആയിക്കോളും, കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അതിനുശേഷം ഹൈലൈറ്റർ ഇത് മേബലിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രഷിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിതുപോലെ ബ്ലഷ് നല്ല ഗ്ലിറ്ററിങ് ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഗ്ലോസി നിൽക്കുന്ന മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാര്യം ഞാൻ നന്നായിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യും. അതിന് ശേഷം നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് നമ്മൾ കോണ്ടൂർ ഇതിൻ്റെ താഴെ ഒന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുൾ ഫേസിലും ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, വല്ലാതെ പൊടിയാക്കി വിടൊന്നും വേണ്ട. അതിന് ശേഷം ലിപ്പ് ഞാൻ മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ലിപ്പ് നമ്മൾ ഒരു കൺസീലർ വെച്ചിട്ട് നമ്മൾ മാസ്ക് ചെയ്യുന്നുണ്ട്. മാസ്ക് ചെയ്തതിന് ശേഷമാണ് ലിപ്പ് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം ഒരു ഈവൻ ടോണ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ ലിപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അത് കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടി മേക്കപ്പ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഈവനായിട്ട് ഒരേപോലെ നിൽക്കും. പിന്നെ ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യും നമ്മുടെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് നല്ലൊരു ഹാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഇത് ഇങ്ങനെയെന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. ഞാനിവിടെ ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 3 ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഞാൻ ഔട്ടർ കൊടുക്കുന്നത് നമ്മുടെ മാസിൻ്റെ ചോക്കോ ബട്ടർ എന്നുള്ള ഷെയ്ഡിലുള്ള ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടാണ്. അതിന് ശേഷം ഉള്ളിൽ രണ്ടാമത് യൂസ് ചെയ്തത് മാസിൻ്റെ സ്കാൻഡലസ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലെ ലിപ്പ് ലൈനറാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇൻസൈറ്റിൻ്റെ ബേണിംഗ് റൂബി എന്നുള്ള ഷെയ്ഡിലുള്ള ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരിക്കാൻ തന്നെ ഞാൻ അതാണ് ഏറ്റവും ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൊക്കോ ബട്ടർ എന്നുള്ള ഷെയ്ഡിലുള്ള ബ്രൗൺ ഷെയ്ഡ് ലിപ്പ് ലൈനർ എടുത്തിട്ട് ഔട്ടർ ഒന്നും കൂടെ ഷാർപ്പൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സ്റ്റുഡിയോയുടെ ഒരു ലിപ്പ് ഗ്ലോസ് ആണ്. ഈ ലിപ്പ് ഗ്ലോസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ലിപ്പ് മേക്കപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടത് അല്ലെങ്കിൽ കൺസീലർ ഇട്ടിട്ട് ഹൈഡ് ചെയ്തെന്ന് പറയുന്നത് നല്ലൊരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടുന്നില്ല. പിന്നെ നല്ല ഗ്ലോസി പാർട്ടി മേക്കപ്പ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആയിരിക്കും നല്ലത് മാറ്റിനെയും കാട്ടിലും. ഈ ലിപ്പ് മേക്കപ്പ് ഇഷ്ടപ്പെട്ടവർ ഇപ്പോൾ ലിപ്പ് ലൈനേഴ്സിൻ്റെ ഷെയ്ഡ് എന്തെങ്കിലും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.